വെൽക്കം മൈ സോഷ്യൽ മൈ യൂട്യൂബ് ചാനൽ. പരിപാടിയിലേക്ക് പോകാം. അടുത്ത ആഴ്ച വീണ്ടും 3 പുതിയ ഗാനങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ദൈവം കാത്തു സൂക്ഷിക്കട്ടെ. ഇമ്മാനുവേൽ ചെറുടകളെ ദൈവലരെ മറച്ചുള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചോണം. കാൽവെറ ദർശനം കാണുന്നു എൻ മുൻപിലെ കരളൊരുകുന്നു എൻ പ്രിയനെ. അത് കഴിഞ്ഞ തിങ്കളാഴ്ച കർത്താവ് തന്ന സോങ്ങാണ്. കാൽവെറ ദർശനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ കരളൊരുക്കും, നമ്മുടെ മനസ്സ് വേദനിക്കും. എനിക്കിപ്പോഴും അതൊക്കെ വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു. അങ്ങനെ മറ്റുള്ളവരെ കളിയാക്കി പാട്ട് പാടിക്കൊണ്ട് നടന്നായിരുന്നു എൻ്റെ പ്രധാന ജോലി. ക്രിസ്തീയ പാട്ട് കേട്ടാൽ ഉടനെ അതിന് കോമഡി ഉണ്ടാക്കി പാടുമായിരുന്നു, അല്ലെങ്കിൽ പാരഡി പാടുമായിരുന്നു. 2004-ലും 2005-ലും ഒക്കെ പാടി നടന്ന. പക്ഷേ 2005 വരെ നേരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിൽ അങ്ങ് പോയി. അതാണ് കർത്താവ് ഒരാളെ തൻ്റെ സന്നിലേക്ക് കൊണ്ടുവരണം, ആ മർദ്ദത്തിലേക്ക് കൊണ്ടുവരണം ആഗ്രഹിച്ച കർത്താവ് കൊണ്ടുവന്നിരിക്കുക, ഏത് നിരീശ്വരവാദിയായാലും. അപ്പോൾ കർത്താവ് ഇങ്ങനെ പാട്ട് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കാൽവെറ ദർശനം കാണുമ്പോൾ കർത്താവ് ഈ പാട്ടിലൂടെ എന്നെ 2-3 പ്രാവശ്യം ഓർമ്മിപ്പിച്ച കാര്യം, കർത്താവിനൊരു ഒരാഗ്രഹമുണ്ട്. കർത്താവ് കൊതിയോടെ കാത്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ എൻ്റെ ശ്രോതാക്കൾ വരികയും കർത്താവിനും കൊതിയോ, കർത്താവിന് ദൈവത്തിന് വലിയ ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടോ? ദൈവം സമ്പൂർണ്ണനല്ലേ? അത് കർത്താവിനൊരു കൊതിയുണ്ട്. അതെന്താണ് ഞാൻ പറയാം. കർത്താവ് എന്നും കൊതിയോടെ കാത്തിരിക്കുന്നു. ദുഷ്ടരായ നിങ്ങൾ ശിഷ്ടരായി തീരുവാൻ ദുഷ്ടസംസർഗം വരാതെയായിടണം, ശിഷ്ടരായുള്ളവർ തോഴരായി തീരണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. എത്ര കൊലപാതകയായിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര ഡയറക്റ്റ് കാര്യങ്ങൾ സഞ്ചരിച്ച വ്യക്തിയായിട്ട് കർത്താവിന് ഒരേ ആഗ്രഹം, എല്ലാവരും കർത്താവിൻ്റെ രാജ്യത്തിൽ കാണണം. കർത്താവിൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ രാജ്യം, കർത്താവിനോട് വന്ന് കർത്താവിൻ്റെ രാജ്യം സ്ഥാപിക്കണം. ഒരു രാജ്യമാകുമ്പോൾ അവിടെ ഒരു രാജാവ് വേണം, അല്ലെങ്കിൽ അവിടെ ഒരു ഭരണ സംവിധാനം വേണം. ഇവിടുത്തെ രാജാവ് എന്ന് പറയുമ്പോൾ വളരെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. ഞാൻ വിശുദ്ധനായാലോ നിങ്ങളും വിശുദ്ധനായിരിപ്പിൻ. നീ എത്ര പാപിയായതിലും കർത്താവിന് പ്രശ്നമില്ല. കർത്താവ് അത് പറയുന്നത്. അപ്പോൾ നമുക്ക് വിശുദ്ധനാകാൻ ഒരു മാർഗമുണ്ട്. ഏതാണെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവർ പുണ്യവാന്മാരും പുണ്യവാദികളും ഒന്നും നമ്മളെ രക്ഷിക്കത്തും ഇല്ല. വാ കൊണ്ട് പറഞ്ഞെന്ന് വിചാരിച്ച് ഇതൊന്നും നമുക്കൊരു വിശുദ്ധനാകാൻ പറ്റുകയില്ല. പരിശുദ്ധനായ ദൈവം താണിറങ്ങി വന്ന് സ്നാനപ്പെട്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സ്നാനപ്പെട്ടുകൂടാ? സ്നാനപ്പെട്ടുകൊണ്ടതുകൊണ്ട് എല്ലാം ആകും, ഒന്നും ആകത്തില്ല. സ്നാനപ്പെടുന്നു പറഞ്ഞാൽ നമ്മൾ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുകയാണ്. അത് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് വചനം പ്രമാണിച്ച് നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കണം. ഓരോ ദിവസവും നമ്മൾ മനസ്സ് ഇത് രൂപാന്തരപ്പെട്ട് ജീവിക്കണം. യേശുവിനോട് ചേരുമ്പോൾ സ്നാനമേറ്റ നാം എന്താണ്? പഴയ മനുഷ്യനെ അവൻ്റെ രാഗമോഹങ്ങളോട് ഉരിഞ്ഞു കളയുന്നു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പഴയ മനുഷ്യൻ നമ്മുടെ ശരീരത്തിൽ നമ്മളെ മോഹങ്ങളും ദാഹങ്ങളും, നമ്മൾ പച്ച മനുഷ്യരാണ്, നമുക്ക് വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉള്ളവരാണ്. ഇത് നമ്മളെല്ലാം അടക്കി കൺട്രോൾ ചെയ്ത് നമ്മൾ ദൈവത്തിനായിട്ട് നമ്മൾ ജീവിക്കുക. നമ്മൾ മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുന്നതിനെ രക്ഷിക്കപ്പെടുക. അപ്പം മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക, യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുക. നമ്മൾ സ്നാനപ്പെടുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം കുഴിച്ചിടുകയും നമ്മൾ അതിനോടൊപ്പം ഉയർക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ കൂടുതൽ എനിക്ക് വചനങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ല. എനിക്ക് പാട്ട് പാടാൻ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വചനം പറഞ്ഞ ആരെയും ബോറടിപ്പിക്കുന്നില്ല. അപ്പം എല്ലാവരും കർത്താവ് കൊതിയോടെ കാത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ രാജ്യത്തിൽ നമ്മൾ കാണണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. കർത്താവ് വീണ്ടും ഓർമ്മിപ്പിച്ച കാര്യമാണ്. കൊതിയോട് കർത്താവ് കാത്തിരിക്കുകയാണ്. ദുഷ്ടരായ നിങ്ങൾ ശിഷ്ടരായി തീരുവാൻ ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണെന്നാണ് പറയുന്നത്. അതെ, കർത്താവിന് ഒറ്റ ആഗ്രഹം മാത്രം, നമ്മളെല്ലാവരും കർത്താവിൻ്റെ രാജ്യത്തിൽ കാണണം. അത് മാത്രമാണ് കർത്താവിൻ്റെ ആഗ്രഹം. അങ്ങനെ നല്ലൊരു ജീവിതം നയിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കാൽവറി ദർശനം കാണുന്ന മുൻപിൽ കരളൊരുകുന്നു എൻ പ്രിയനെ. കാൽവറി ദർശനം കാണുന്നു ഞാനൻ, കരളൊരുകുന്നു എൻ പ്രിയനെ. മുൾമുടി ചൂടി അന്നൊരു നാളിൽ പൊന്മുടി ചൂടി
കാൽവറി ദർശനം കാണുന്നു ഞാൻ, കരളുരുകുന്നു എൻ പ്രിയനെ. കാൽവറി ദർശനം കാണുന്നു ഞാൻ, കരളുരുകുന്നു എൻ പ്രിയനെ. മുൾമുടി ചൂടി അന്നൊരു നാളിൽ, പൊന്മുടി ചൂടി എഴുന്നള്ളി വരുമെൻ്റെ യേശു മഹേശൻ രാജാധിരാജൻ. യേശു മഹേശൻ രാജാധിരാജൻ. കാൽവറി ദർശനം കാണുന്നു ഞാൻ, കരളുരുകുന്നു എൻ പ്രിയനെ. കാൽവറി ദർശനം കാണുന്നു ഞാൻ. കഠിന ഹൃദയര ഞങ്ങൾ കാരിരും പാണി തറച്ചിറക്കി നിന്നിൽ. കഠിന ഹൃദയര ഞങ്ങൾ കാരിരും പാണി തറച്ചിറക്കി. ഇന്നും നീ കൊതിയോടെ കാത്തിരിക്കുന്നു, ദുഷ്ടര ഞങ്ങൾ ശിഷ്ടരായി തീരാൻ. ഇന്നും നീ കൊതിയോടെ കാത്തിരിക്കുന്നു, ദുഷ്ടര ഞങ്ങൾ ശിഷ്ടരായി തീരാൻ. കാൽവറി ദർശനം കാണുന്നു ഞാൻ, കരളുരുകുന്നു എൻ പ്രിയനെ. മുൾമുടി ചൂടി അന്നൊരു നാളിൽ, പൊന്മുടി ചൂടി എഴുന്നള്ളി വരുമെൻ്റെ യേശു മഹേശൻ രാജാധിരാജൻ. കാൽവറി ദർശനം കാണുന്നു ഞാൻ, കരളുരുകുന്നു എൻ പ്രിയനെ. എത്രയോ പീഡകൾ നിനക്കു ഭവിച്ചു, എത്രയോ വേദന നീ സഹിച്ചു. എത്രയോ പീഡകൾ നിനക്കു ഭവിച്ചു, എത്രയോ വേദന നീ സഹിച്ചു. ദുഷ്ടരാ ഞങ്ങളെ നേരിടുവാൻ. എത്രയോ പീഡകൾ നിനക്കു ഭവിച്ചു, എത്രയോ വേദന നീ സഹിച്ചു. ദുഷ്ടര ഞങ്ങളെ നേരിടുവാൻ. കാൽവറി ദർശനം കാണുന്നു ഞാൻ, കരളുരുകുന്നു എൻ പ്രിയനെ. മുൾമുടി ചൂടി അന്നൊരു നാളിൽ, പൊന്മുടി ചൂടി എഴുന്നള്ളി വരുമെൻ്റെ യേശു മഹേശൻ രാജാധിരാജൻ. കാൽവറി ദർശനം കാണുന്നു ഞാൻ, കരളുരുകുന്നു എൻ പ്രിയൻ. നിന്തിരുത്യാഗത്തെ എന്നെന്നും ഓർമ്മിക്കും, നിൻ മഹാസ്നേഹത്തെ എന്നെന്നും ഓർമ്മിക്കും. നിൻ മഹാത്യാഗത്തെ എന്നെന്നും ഓർമ്മിക്കും, നിൻ മഹാസ്നേഹത്തെ എന്നെന്നും ഓർമ്മിക്കും. നീ തന്നെ എന്നും ഏകരക്ഷകൻ. കാൽവറി ദർശനം കാണുന്നു ഞാൻ, കരളുരുകുന്നു എൻ പ്രിയനെ. കാൽവറി ദർശനം കാണുന്നു ഞാൻ, കരളുരുകുന്നു എൻ പ്രിയനെ. മുൾമുടി ചൂടി അന്നൊരു നാളിൽ, പൊന്മുടി ചൂടി എഴുന്നള്ളി വരുമെൻ്റെ യേശു മഹേശൻ രാജാധിരാജൻ.
കാൽവറി ദർശനം കാണുന്നു എൻ കരളുരുകുന്നു എൻ പ്രിയനേ. കാൽവറി ദർശനം കാണുന്നു ഞാൻ.